വാട്സപ്പിൽ വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വാട്സപ്പിൽ പരസ്യം വരെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമല്ലോ, എൻ്റെ വാട്സപ്പിലൊന്നും പരസ്യം കാണില്ലല്ലോ. നിങ്ങളുടെ വാട്സപ്പിൽ പരസ്യം വരുന്നുണ്ട്. ചാറ്റിലല്ല പരസ്യം വരുന്നത്. നമ്മുടെ അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷനിൽ നമ്മൾ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമ്മളൊരു സ്റ്റാറ്റസ് എടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ സൈഡിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം പല കമ്പനികളുടെയോ അല്ലെങ്കിൽ പല പ്രൊഡക്റ്റിൻ്റെയോ ഒക്കെ പരസ്യങ്ങൾ നമുക്കിങ്ങനെ വരും. പല ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടില്ല, എന്നാൽ പല ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന് പല ആളുകളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പം നമുക്ക് ചാറ്റിൽ വരുന്നില്ല, സ്റ്റാറ്റസിൽ മാത്രമാണ് വരുന്നത്. പക്ഷേ ഭാവിയിൽ നമുക്ക് ചാറ്റിലും ഇനി പരസ്യങ്ങൾ വരും എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല. അവർ അപ്ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന പരസ്യങ്ങൾ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടാണ്ട് കൂടിക്കൊള്ളിട്ടാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് അതല്ല, അവിടെ അല്ല നമുക്ക് വേണ്ടി. താഴെ നമുക്ക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഒരു അപ്ഡേറ്റ്സ് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റാറ്റസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു 3 ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ജസ്റ്റ് 3 ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ആഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മൾ ഈ ആഡ് പ്രിഫറൻസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അത് ലോഡായിട്ടുണ്ട്. ലോഡ് ആവുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ളൊരു പേജാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ കസ്റ്റമൈസ്ഡ് ആഡ് എന്നും അതുപോലെ തന്നെ മാനേജ് ഇൻഫോ എന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഇട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള, അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള ആഡ് വന്നിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഒക്കെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ സി ഓൾ എന്നൊരു ഓപ്ഷൻ വേണ്ടി കാണാൻ സാധിക്കും. ഈ സി ഓൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളുടെ പരസ്യങ്ങൾ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ജസ്റ്റ് താഴത്തേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒട്ടനവധി കമ്പനികളുടെ പരസ്യങ്ങൾ എനിക്ക് ഓൾറെഡി വന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആഡ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ഓൾറെഡി വന്ന കമ്പനികൾ അല്ലെങ്കിൽ വന്ന ബ്രാൻഡിൻ്റെ പരസ്യം നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ട് അതേ കമ്പനിയുടെ പരസ്യങ്ങൾ നമുക്ക് പിന്നീട് വരാതെ നോക്കാൻ വേണ്ടി സാധിക്കും. അത്രമാത്രം നമുക്കിതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കാം. അതിന് വേണ്ടി പിന്നെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇതിലിപ്പോൾ ജസ്റ്റ് ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് ജസ്റ്റ് അത് ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് ആഡ് ഫ്രം ദിസ് അഡ്വർടൈസർ ഹൈഡ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ് ആഡ്സിന് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ഹൈഡായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ പരസ്യം നമുക്ക് വരില്ല. അതുപോലെ നമുക്ക് ഓരോ കമ്പനിയോട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. താഴെ വന്നു കഴിഞ്ഞാൽ ഹൈഡ് ആഡ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഹൈഡ് ആഡ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഹൈഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പരസ്യം ഇനി വരില്ല. പുതിയതായിട്ട് ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം മാത്രമേ ഇനി നമുക്ക് വരുള്ളൂ. അത്തരത്തിൽ നമുക്ക് കമ്പനിയുടെ പരസ്യം വരികയാണെങ്കിൽ ഇതുപോലെ പോയിട്ട് ജസ്റ്റ് ഹൈഡ് ചെയ്യുക. അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇപ്പോൾ കമ്പനി നമുക്ക് വാട്സപ്പ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വാട്സപ്പിൽ ആഡ് വരുന്നത് എങ്ങനെ ഒഴിവാക്കുന്ന പല ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നമ്മുടെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.